മഴത്തോട് മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ 4-5 ദിവസത്തിനുള്ളിൽ പൊക്കോളാം എന്ന് വൈജിക്ക് വാക്ക് കൊടുത്തിട്ട് തിരിച്ച് നെടുമ്പൂരിലേക്ക് എല്ലാവരും എത്തുന്നുണ്ട്. അപ്പം അലീന അങ്ങനെ പറഞ്ഞത് ബാക്കിയുള്ളവർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. എന്നാലും അലീനയുടെ തീരുമാനത്തിന് യാതൊരു മാറ്റവും ഇല്ലെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രനാണെങ്കിൽ അലീനയുടെ തീരുമാനത്തെ പറ്റിയൊക്കെ ബാലചന്ദ്രൻ അറിയുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രനാണെങ്കിൽ മുകളിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ ഉടനെ അലീന വന്ന് ചോദിക്കുന്നുണ്ട്, അച്ഛാ ഞാൻ രോഹിത്തിനെയും കൂട്ടി ശരണ്യയുടെ വീട് വരെ ഒന്ന് പോകട്ടെ എന്ന് ബാലചന്ദ്രൻ്റെ അടുത്ത് അലീന ചോദിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, അതെന്തിനാ അവരുടെ വീട്ടിലേക്ക് ഇപ്പം രോഹിത്തിനെയും കൂട്ടി നീ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം അലീന പറയാണ്, നമ്മുടെ വീട്ടിലേക്ക് ആ അമ്മയും മോളും വന്നേ ഇല്ലേ, തിരിച്ച് നമ്മളും ആ വീട്ടിലേക്ക് പോകുന്നതിന് എന്താ വെച്ചാൽ തെറ്റ്, നമ്മളവിടെ ചെല്ലുന്നത് കൊണ്ട് എന്താ പ്രയോജനമെന്ന് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്. അത് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കൂടെ ഉണ്ടെന്നുള്ള അവരുടെ വിശ്വാസം ഒന്നും കൂടെ നമുക്ക് ഊട്ടി ഉറപ്പിക്കാൻ പറ്റത്തില്ലയോ, അവരുടെ കൂടെ എപ്പോഴും നമ്മളുണ്ടെന്ന് അവർക്ക് തോന്നുകയും ചെയ്യും എന്ന് ബാലചന്ദ്രനോട് അലീന പറയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, ആ കോളനിക്കാർക്ക് അറിയത്തില്ല രോഹിത് നിരപരാധിയാണെന്ന്, അവരത് വിശ്വസിച്ചിട്ടുമില്ല. കോടതിയിൽ അങ്ങനെ ആ കുട്ടി വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരാരും വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് രോഹിത്തിനോട് എങ്ങനെ അവർ പെരുമാറുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്ന് ബാലചന്ദ്രൻ പറയാണ്. ഇത് കേൾക്കുമ്പം അലീന തിരിച്ചു ചോദിക്കുകയാണ്, അച്ഛാ രോഹിത്തിനെ എൻ്റെ കൂടെ വിടുന്നതിന് അച്ഛന് ഭയമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, അവരെല്ലാവരും കൂടെ നിൻ്റെ അടുത്തേക്ക് രോഹിത്തിൻ്റെ അടുത്തേക്ക് രോഹിത്തിനെ ഉപദ്രവിക്കണം വന്നാൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. അപ്പം അലീന പറയാണ്, ഞാൻ എൻ്റെ ജീവൻ കൊടുത്താലും രോഹിത്തിനെ രക്ഷിക്കും, അത് അച്ഛന് തരുന്ന വാക്കാണ്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷമേ രോഹിത്തിന് എന്തെങ്കിലും സംഭവിക്കത്തുള്ളൂ, ആ വിശ്വാസം അച്ഛനില്ലേ എന്ന് ചോദിക്കുകയാണ്. ഞാൻ അവരെ കൂടെ ഉള്ളിടത്തോളം കാലം അവർക്കാർക്കും ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറയാണ്. അപ്പം ബാലചന്ദ്രൻ തിരിച്ചു ചോദിക്കുകയാണ്, അതിനുശേഷം നീ എങ്ങോട്ട് പോകുന്നു, കുറേ ദിവസമുണ്ട് ഇവിടെ 2-3 വട്ടം ആരൊക്കെയോ പറഞ്ഞ് ഞാൻ കേൾക്കുന്നുണ്ട് നീ ഇവിടുന്ന് പോകുന്നെന്ന്, നിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ബാലചന്ദ്രൻ കുറച്ച് ദേഷ്യത്തോടെ ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ അലീന ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു കേട്ടില്ലേ, നിൻ്റെ ഉദ്ദേശം എന്താണ്, ഇവിടെ പലരും പറയുന്നത് കേട്ട് നീ ഇവിടുന്ന് പോകുന്നുണ്ടെന്ന്. അപ്പം അലീന പറയാണ്, അതെ അച്ഛൻ കേട്ടത് ശരിയാണ്, ഞാൻ ഉടനെ തന്നെ പോകും, മാഡത്തിന് വാക്ക് കൊടുത്തു 4-5 ദിവസത്തിനുള്ളിൽ ഇവിടുന്ന് പോകാമെന്ന്. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ, ഞാനും കൂടെ തീരുമാനിക്കണ്ടേ, ഞാനും കൂടെ അതിന് അനുവാദം തരണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പം അലീന പറയാണ്, അച്ഛൻ അനുവാദം തന്നേ പറ്റൂ, അച്ഛൻ ഇനി അനുവാദം തന്നില്ലെങ്കിലും എനിക്ക് പോയേ പറ്റൂ അച്ഛാ എന്ന് പറയുകയാണ്. അപ്പം ബാലചന്ദ്രൻ പറയാണ്, നീ എന്നെ ധിക്കരിച്ച് പോകുമോ, അതുകൊണ്ട് എന്താ പ്രയോജനം എന്ന് ചോദിക്കുകയാണ്. അപ്പം അലീന പറയാണ്, എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയേ പറ്റത്തുള്ളൂ, ഈ കുടുംബത്തിന് നല്ലതുണ്ടാവാൻ ഞാൻ ഏതറ്റം വരെയും പോകും, എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് അലീന പറയാണ്. ഇത് കേൾക്കുമ്പം ബാലചന്ദ്രൻ പറയാണ്, നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതോടെ ഈ കുടുംബത്തിൻ്റെ നാശം പൂർണ്ണമാവുമെന്ന് ബാലചന്ദ്രൻ പറയാണ്. ഇത് കേൾക്കുമ്പോൾ അലീന ഭയങ്കര സങ്കടത്തോടെ നിൽക്കുകയാണ്. ഞാൻ മറ്റുള്ളതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല, ഞാൻ മാഡത്തിന് കൊടുത്ത വാക്ക് അത് മാത്രമേ ഇപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് മക്കളെയും മക്കൾക്ക് അമ്മയും കിട്ടും, ഞാനൊരു തടസ്സമായി അതിന് നിൽക്കത്തില്ല, അത് മാത്രം ഞാനിപ്പോൾ ചിന്തിക്കുന്നുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, ആയിക്കോട്ടെ അങ്ങനെ തന്നെ പോകട്ടെ, പിന്നെ നീ രോഹിത്തിനെയും വിളിച്ച് ശരണ്യയുടെ വീട്ടിലേക്ക് പോകുന്നതിന് എനിക്കൊരു തടസ്സമില്ല, എനിക്കറിയാം നീ നിൻ്റെ സഹോദരങ്ങളെ സംരക്ഷിക്കുമെന്ന്. ഇതും പറഞ്ഞ് ബാലചന്ദ്രൻ അങ്ങ് പോവുകയാണ്. അലീന ഇങ്ങനെ സങ്കടത്തോടെ ഭയങ്കര വിഷമത്തോടെ ബാലചന്ദ്രൻ ഇങ്ങനെ നോക്കുന്നുണ്ട്, കണ്ണൊക്കെ നിറയുന്നുണ്ട്, എന്നാലും ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ശേഷം അലീന രോഹിത്തിൻ്റെ മുറിയിലേക്ക് വന്നിട്ട് രോഹിത്തിനോട് പറയുന്നുണ്ട്, നമുക്ക് ഒരിടം വരെ പോകാം രോഹിത്ത് എന്ന് പറയാണ്. അപ്പം രോഹിത്ത് ചോദിക്കുന്നുണ്ട്, എവിടെയാണ് ചേച്ചി പോകുന്നതെന്ന് രോഹിത്ത് ചോദിക്കുന്നുണ്ട്. അതൊക്കെയുണ്ട്, നമുക്ക് ശരണ്യയുടെ വീട് വരെ ഒന്ന് പോകണം. ശരണ്യയുടെ വീടോ, അതെന്തിനാണ് നമ്മളവിടെ പോകുന്നതെന്ന് രോഹിത്ത് ചോദിക്കുന്നുണ്ട്. അവിടുന്ന് ശരണ്യ അമ്മയും ഇങ്ങോട്ട് വന്നേലേ, നമുക്കും അങ്ങോട്ടൊന്ന് പോയി അവരെ കാണാമെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് രോഹിത്ത് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. എന്താടാ നിനക്ക് പേടിയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഏയ് പേടിയൊന്നുമില്ല ചേച്ചി, ചേച്ചി എൻ്റെ കൂടെ ഉണ്ടല്ലോ, പിന്നെ എനിക്ക് പേടിയൊന്നുമില്ലെന്ന് പറയാണ്. അപ്പം അലീന പറയാണ്, എന്നെങ്കിൽ ഒരുങ്ങ് നമുക്ക് പോയിട്ട് വരാമെന്ന് പറയാണ്. അപ്പോൾ രോഹിത്ത് ഇങ്ങനെ മടിച്ച് നിൽക്കുകയാണ്. പോണോ ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട്. പോകണം, നമുക്ക് പോയിട്ട് വരാമെന്ന് പറയാണ്. അങ്ങനെ അലീനയും രോഹിത്തും കൂടെ ശരണ്യയുടെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ രോഹിത്തിന് ചെറിയ പേടിയൊക്കെ ഉണ്ട്, എന്നാലും അലീനയുടെ കൂടെ പോകുന്നുണ്ട്. അങ്ങനെ അവിടെയുള്ളൊരു ഓട്ടോയിൽ ചെന്ന് ഇറങ്ങുവാണ്. രോഹിത്താണെങ്കിൽ ഓട്ടോയിൽ നിന്ന് ഇറങ്ങാതെ അതിനകത്ത് തന്നെ ഇരിക്കുകയാണ്. അപ്പം അലീന ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് നോക്കുമ്പോഴും രോഹിത്ത് ഓട്ടോയിൽ തന്നെ ഇരിക്കുകയാണ്. വാ ഇറങ്ങി വാ എന്നും പറഞ്ഞ് രോഹിത്തിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ മടിയോടുകൂടി രോഹിത്ത് ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. എന്താ നിനക്ക് പേടിയുണ്ടോ എന്ന് രോഹിത്തിനോട് ചോദിക്കുകയാണ്.
ഏയ് അങ്ങനൊന്നുമില്ല ചേച്ചി എന്ന് പറഞ്ഞ് രോഹിത്ത് അലീനയുടെ കൂടെ ശരണ്യയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പം ശരണ്യയുടെ അച്ഛൻ പ്രഭാകരൻ പുറത്ത് തന്നെ ഇപ്പോൾ ഉണ്ട്. അപ്പം പ്രഭാകരനാണെങ്കിൽ അലീനയെ കാണുന്നുണ്ട്. അലീനയെ കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. കൂടെ ഒരു പയ്യനും കൂടെ നടന്നു വരുന്ന കാണുന്നുണ്ട്. അപ്പം പ്രഭാകരൻ ഇങ്ങനെ സംശയത്തോടെ നിൽക്കുകയാണ്. അപ്പം നേരെ വന്ന് അലീന ശരണ്യയുടെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ശരണ്യ ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ട്, അകത്തുണ്ട് മോളെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശരണ്യയുടെ അച്ഛൻ ശരണ്യയുടെ അമ്മയെ വിളിക്കുന്നുണ്ട്. അലീന വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശരണ്യയുടെ അമ്മ അകത്തുനിന്ന് ഓടി വരികയാണ്. അപ്പം വീട്ടിൽ തന്നെ ഗോപാലകൃഷ്ണനും ഓമനക്കുട്ടനും ഒക്കെ ഉണ്ട്. അപ്പം അലീന വന്നതറിഞ്ഞ് ശരണ്യയുടെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ശരണ്യയും അലീന വന്നറിഞ്ഞ് അങ്ങോട്ട് വരുന്നുണ്ട്. പെട്ടെന്നാണ് ശരണ്യയുടെ അമ്മ രോഹിത്തിനെ കാണുന്നത്. രോഹിത്തിനെ കണ്ട് ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. കൂടെ ഓമനക്കുട്ടനും ഉണ്ട്. അപ്പോഴത്തേക്ക് ശരണ്യ അലീന വന്നതറിഞ്ഞ് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ശരണ്യ അലീനയെ കാണുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതിനുശേഷമാണ് രോഹിത്തിനെ കാണുന്നത്. അപ്പോൾ രോഹിത്തും അങ്ങോട്ട് കയറി വരികയാണ്. രോഹിത്ത് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എല്ലാവരും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ നിൽക്കുകയാണ്. അപ്പം അലീന പറയാണ്, രോഹിത്ത് എല്ലാവരെയും ഒന്ന് കാണാൻ വന്നതാണ്, പ്രത്യേകിച്ച് ശരണ്യ. അപ്പം രോഹിത്ത് അങ്ങോട്ട് കയറി വരികയാണ്. ശരണ്യ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പം ശരണ്യയുടെ അടുത്ത് വന്ന് രോഹിത്ത് വന്നിട്ട് പറയാണ്, എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം എന്ന് ശരണ്യയോട് രോഹിത്ത് പറയുകയാണ്. അപ്പോൾ ശരണ്യ പറയാണ്, അതിന് ചേട്ടൻ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, ചേട്ടൻ എന്നെ ഒരു രീതിയിൽ ഉപദ്രവിച്ചിട്ടില്ല, പിന്നെ ചേട്ടൻ എന്തിനാ എന്നോട് ക്ഷമ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പം രോഹിത്ത് പറയാണ്, അവരെ കൂടെ ഞാൻ അന്ന് വന്നത് തന്നെ തെറ്റാണ്, എന്നോട് ക്ഷമിക്കണം എന്ന് പറയാണ്. ഈ സമയത്ത് ഗോപാലകൃഷ്ണനും ഇറങ്ങി വരുന്നുണ്ട്. ഗോപാലകൃഷ്ണനും ഇതൊക്കെ കാണുന്നുണ്ട്. ഞാൻ ചെയ്ത് തെറ്റല്ലാതാവുന്നില്ല, എന്നോട് പൊറുക്കണം എന്നും പറഞ്ഞുകൊണ്ട് ശരണ്യയുടെ കൈ പിടിച്ച് മാപ്പപേക്ഷിക്കുകയാണ്. ഒരു വിരോധവും എന്നോട് മനസ്സിൽ വെച്ചേക്കല്ലേ, ഒരു ദേഷ്യവും വെച്ചേക്കല്ലേ എന്നും പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ കണ്ണ് നിറഞ്ഞ് ശരണ്യയോട് പറയാണ്. അപ്പം ശരണ്യ പറയാണ്, എനിക്ക് ചേട്ടനോട് ഒരു വിരോധവും ഇല്ലെന്ന് പറയാണ്. അപ്പോൾ ശരണ്യയുടെ അമ്മയും പറയുന്നുണ്ട്, മോൻ ഒരു തരത്തിൽ എൻ്റെ മോളെ ഉപദ്രവിച്ചിട്ടില്ലല്ലോ, പിന്നെ മോൻ എന്തിനാ ക്ഷമ ചോദിക്കുന്നത്, മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം എന്ന് ശരണ്യയുടെ അമ്മ പറയാണ്. അപ്പോൾ രോഹിത്ത് പറയാണ്, ശരണ്യ മാത്രമല്ല ഈ വീട്ടിലെ ഓരോരുത്തരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു, എല്ലാവരും എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ ചെയ്തതെന്ന് എനിക്കറിയാം, എന്നോട് ക്ഷമിക്കണം എന്ന് രോഹിത്ത് എല്ലാവരോടും മാപ്പപേക്ഷിക്കുന്നുണ്ട്. അപ്പോൾ പ്രഭാകരൻ പറയുന്നുണ്ട്, മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഇവൾ ഞങ്ങളോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, പിന്നെന്തിനാ മോൻ ക്ഷമയാചിക്കുന്നത്, ഇങ്ങോട്ട് വന്ന് അവളോട് മാപ്പ് പറഞ്ഞത് തന്നെ വലിയ കാര്യം, അതിന് ഞങ്ങൾക്കാർക്കും മോനോട് ഒരു വിരോധവും ഇല്ല എന്ന് പ്രഭാകരൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീനയ്ക്കും അതേപോലെ രോഹിത്തിനും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പം ശരണ്യ പറയുന്നുണ്ട്, എനിക്ക് ചേട്ടനോട് ഒരു ദേഷ്യമോ വിരോധവും ഇല്ല എന്ന് പറയാണ്. അപ്പം ശരണ്യയുടെ അമ്മയും പറയുന്നുണ്ട്, എനിക്ക് അവിടെ മോൻ്റെ വീട്ടിൽ വന്നപ്പോഴേ മനസ്സിലായത് നിങ്ങളൊക്കെ നല്ല മനുഷ്യരാണെന്ന്, ഞങ്ങൾക്ക് മോനോട് ഒരു വിരോധവും ഇല്ല, മോൻ ഇതിൽ പെട്ടുപോയതാണെന്ന് ഞങ്ങൾക്ക് അന്നേ മനസ്സിലായെന്ന് ശരണ്യയുടെ അമ്മ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഗോപാലകൃഷ്ണനും രോഹിത്തിനോടുള്ള ദേഷ്യം കുറയുന്നുണ്ട്. അപ്പം അലീനയാണെങ്കിൽ രോഹിത്തിനടുത്ത് ചോദിക്കുകയാണ്, ഇപ്പം നിനക്ക് സമാധാനം ആയില്ലേ മോനെ, നിൻ്റെ മനസ്സൊന്ന് തണുത്തില്ലേ, ഇവരുടെ വലിയ മനസ്സ് നിനക്ക് മനസ്സിലായില്ലേ, ഇവരോടൊക്കെ മോനിപ്പോൾ ഒരു സ്നേഹമൊക്കെ തോന്നില്ലേ, ഒരടുപ്പമൊക്കെ തോന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് ഭയങ്കര വിഷമത്തോടെ പറയുകയാണ്, എനിക്കിപ്പോഴാണ് എൻ്റെ മനസ്സിനൊരു സമാധാനമായത്, എല്ലാവരെയും കണ്ട് നേരിട്ട് മാപ്പ് അപേക്ഷിച്ചപ്പോഴാണ് എനിക്കൊരു സമാധാനമായെന്ന് പറയുകയാണ്. അപ്പോൾ ശരണ്യയുടെ അമ്മ പറയാണ്, മോൻ ഇവിടെ ഇരി, ഞാൻ ചായ ഇട്ടുകൊണ്ട് വരാമെന്ന് പറയുകയാണ്. അങ്ങനെ രോഹിത്തിനെ അവിടെ ഇരുത്തുന്നുണ്ട്. അങ്ങനെ രോഹിത്തിനോട് പ്രഭാകരനും അതേപോലെ ഓമനക്കുട്ടനും എല്ലാവരും നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ശരണ്യയാണെങ്കിൽ അലീനയെ വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പം മുറിയിൽ കൊണ്ടുപോയിട്ട് ശരണ്യ ഭയങ്കര സങ്കടത്തോടെ പറയാണ്, ചേച്ചി ഞാനാണെങ്കിൽ ചെയ്തത് തെറ്റല്ലെന്ന് ഇവിടെ എല്ലാവർക്കും ബോധ്യമായി, അന്ന് ആ ചേട്ടൻ തെറ്റുകാരനല്ലെന്ന് ഞാൻ കോടതിയിൽ പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ എല്ലാവരും കുറ്റം പറഞ്ഞു, പക്ഷേ ആ പറഞ്ഞവരൊക്കെ തന്നെ ഇപ്പം രോഹിയേട്ടനോട് ക്ഷമിച്ചെന്ന് പറയാണ്. അപ്പോൾ അലീന പറയാണ്, സത്യം എപ്പോഴായാലും പുറത്ത് വരത്തില്ലേ മോളെന്ന് പറയാണ്. അപ്പോൾ ശരണ്യ പറയാണ്, ഞാനല്ലേ ചേച്ചി ഇപ്പം ജയിച്ചതെന്ന് പറയാണ്. അപ്പം അലീന പറയാണ്, മോള് ജയിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ജയിച്ചതിന് തുല്യമാണ്. അപ്പം ശരണ്യ പറയാണ്, ചേച്ചി ഒരിക്കലും തോക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് ഭയങ്കര സന്തോഷത്തോടെ പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീനയ്ക്ക് നല്ല സന്തോഷം വരുന്നുണ്ട്. അലീനയാണെങ്കിൽ ശരണ്യയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. മോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, എന്തിനും ചേച്ചി മോടെ കൂടെ ഉണ്ടെന്ന് പറയാണ്. അതുപോലെ തന്നെ രോഹിത്തിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ശരണ്യയുടെ കുടുംബത്തെയും കണ്ട് മാപ്പ് അപേക്ഷിച്ച് എല്ലാവരോടും തന്നോട് ക്ഷമിച്ചെന്ന് രോഹിത്തിന് മനസ്സിലായതോടെ രോഹിത്തിന് ഒരു സമാധാനമൊക്കെ തോന്നുന്നുണ്ട്.